ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവരുടെയും ഫോണിലത്തെ ഒരു സെറ്റിങ്സ് പരിചയപ്പെടുത്തി തരാനും പോകുന്നത്. ഒരു ഫ്ലൈറ്റ് മോഡത്തെ കുറച്ച് സെറ്റിങ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ ഈ 3 ട്രിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ അടിയിൽ കാണുന്ന ചുവന്ന ഐക്കണിൽ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ആളൊന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എല്ലാവരുടെയും ഫോണിലുണ്ടാകുന്ന ഫ്ലൈറ്റ് മോഡ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എയറോപ്ലെയിൻ മോഡ് പറഞ്ഞ ഓപ്ഷന്. ഈ എയറോപ്ലെയിൻ മോഡ് ഓപ്ഷൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അധികം ആളുകളും അപ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് വെക്കലാണ് പതിവ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് മോഡ് ബേസിക് ആയിട്ടുള്ളത് ഫ്ലൈറ്റിൽ ആരെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതിന് പകരം എല്ലാ ഇലക്ട്രിക് ഉപകരണവും ഇൻ്റർനെറ്റൊന്നും ഉപയോഗിക്കാതെ തന്നെ പാട്ട് കേട്ടോ അങ്ങനെ വീഡിയോ എന്തെങ്കിലും കണ്ടൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഈ എയറോപ്ലെയിൻ മോഡ് പറഞ്ഞ ഓപ്ഷന്. അതുകൊണ്ടാണ് ഈ ഫോൺ സെറ്റിങ്സിൽ ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് മോഡ് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫ്ലൈറ്റ് മോഡ് നമുക്ക് 3 തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള 3 ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ ട്രിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ട്രിക്ക് പറഞ്ഞാൽ ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നാലും വാട്സപ്പിലും പല ഇൻ്റർനെറ്റിലും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് തന്നെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. അപ്പം ഡൗൺലോഡിന് ചില ഫോണിലൊക്കെ ഈ സ്പീഡ് പറ്റ കുറവ് കാരണം. അപ്പോൾ ഈ സ്പീഡ് കൂട്ടാനും വേണ്ടി നമ്മൾ ഈ എയറോപ്ലെയിൻ മോഡ് സഹായിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വല്ല ഫിലിമുകളോ അങ്ങനെ വലിയ ലോങ് ആയിട്ടുള്ള വല്ല വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് സ്പീഡ് വളരെയധികം കുറവായി കാരണം. അതിനിപ്പോൾ നമ്മൾ നെറ്റ് ഓൺ ആക്കിയാൽ ഈ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഫ്ലൈറ്റ് മോഡ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഈ ഫ്ലൈറ്റ് മോഡ് ഓപ്പൺ ചെയ്താൽ ഇൻ്റർനെറ്റും എല്ലാ കാര്യങ്ങളൊക്കെ ഓഫ് ആവുന്നതേ കാരണം. അപ്പം ഈ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ സ്പീഡ് കുറയാൻ കാരണം ഞാൻ ഇവിടെ യൂട്യൂബ് തുറക്കുകയാണ്. ഇവിടെ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലത്തെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാണ്. ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് വീഡിയോ പറഞ്ഞാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ മുകളിലായിട്ട് ആ ഓപ്ഷൻ വരും ഡൗൺലോഡിൻ്റെ. ഇതെൻ്റെ മുകളിലായിട്ട് ഇതാ വന്നിന് ഡൗൺലോഡിൻ്റെ ഓപ്ഷന്. അപ്പോൾ ഇത് കുറച്ച് സ്പീഡ് കുറവാണ്. അപ്പം ഈ ഫ്ലൈറ്റ് മോഡ് ഓപ്പൺ ചെയ്താൽ ഈ ഇൻ്റർനെറ്റ് ഓഫാവും. അപ്പം ഇത് മുഴുവനായി ഓഫാവും. പിന്നെ ഇത് അപ്പോൾ തന്നെ ഈ ഫ്ലൈറ്റ് മോഡ് ഓഫാക്കിയാൽ ഈ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ സ്പീഡ് കുറച്ചും കൂടി വർദ്ധിക്കും. അപ്പം ഇതിൽ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റൊക്കെ ഓൺ ചെയ്ത് നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ വാട്സപ്പുക്കും ഫേസ്ബുക്കും ഇൻസ്റ്റയിലൊക്കെ ഈ നെറ്റ് ഐക്യക്കാരും ഓവറായിട്ട് ഫ്ലോ ചെയ്യുക. അപ്പം വീതിച്ചാണ്ട് പല ഇൻ്റർനെറ്റുക്കും ആപ്പുക്കൊക്കെ ഇൻ്റർനെറ്റ് ഫോഴ്സ് കൂടും. അപ്പോൾ ഈ ഡൗൺലോഡിൻ്റെ അവിടെ ഫോഴ്സ് കൂടില്ല. അപ്പോൾ ഈ സ്പീഡ് കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുകയാണെങ്കിൽ ഈ ഡൗൺലോഡ് ചെയ്യുന്ന മൊത്തം ഓഫ് ആയാണ്ട് ഒന്നുകൂടി ഈ ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് എന്തൊക്കെയാണോ ഏറ്റവും കൂടുതൽ ഫോഴ്സ് പോകുന്നത് അപ്പോൾ ഔട്ട്ക്ക് ഈ ഇൻ്റർനെറ്റ് നല്ലോണം ഫ്ലോ ചെയ്തിട്ട് ഈ സ്പീഡ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. അടുത്ത ട്രിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലൈറ്റ് മോഡ് കൊണ്ട് രണ്ടാമത്തെ ട്രിക്ക് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് മോഡ് ഓപ്പൺ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫോണൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ചാർജ് ധൃതി ഉണ്ടെങ്കിലൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പീഡില്ലെങ്കിൽ നമ്മൾ ആകെ ഇതായി പോകും. അപ്പോൾ ഈ ഫ്ലൈറ്റ് മോഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാർജ് കയറാൻ സാധ്യത ഉണ്ട്. ഇപ്പം നമ്മൾ ഈ നെറ്റൊക്കെ ഓണാക്കിയാണ്ട് ചാർജ് കയറ്റുകയാണെങ്കിൽ വളരെ സ്ലോയിലേക്കാരം ചാർജൊക്കെ കയറുക. ഇപ്പം ഈ നെറ്റ് ഓഫ് ചെയ്താലും തന്നെ നമ്മളെ ഫോണിൽ തന്നെ ബാക്കപ്പും പല കാര്യങ്ങളും ഓണായി തന്നെ കിടക്കും. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും ഈ എക്സ്റ്റൻഡറൊക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ തന്നെ
ഈ എക്സ്റ്റൻഡറിൽ സെർച്ചിങ്ങും ഉണ്ടാവും. ഇപ്പം ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ ഓൺ ചെയ്താൽ തന്നെ പല സെർച്ചിങ്ങും ആയാണ്ട് ഈ ചാർജ് കയറുന്നത് വളരെ സ്ലോ ആയിക്കാണ്ട് കാരണം നമ്മളെ ഫോണിലേക്ക് ചാർജ് കയറുക. അപ്പോൾ ഈ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്താണ്ട് ഒന്ന് ചാർജ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഫോണിലേക്ക് ചാർജ് കയറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ഈ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടാണ്ടാണ് ചാർജ് കയറ്റൽ. എനിക്ക് അടിപൊളി ട്രിക്കാണിത്. പെട്ടെന്ന് തന്നെ നമ്മളെ ഫോണിലേക്ക് ചാർജ് കയറാൻ കഴിയും. ഈ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്താണ്ട് ചാർജ് കയറ്റാൻ കഴിയും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ട്രിക്ക്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഫ്ലൈറ്റ് മോഡിനെ കുറിച്ചുള്ള 2 ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2 ട്രിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഈ ട്രിക്കൊന്ന് ചെയ്താണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.